ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഊണും ഉറക്കൊക്കെ കളഞ്ഞ് നിങ്ങൾ മാസങ്ങളായി കാത്തിരുന്ന ആ സ്കിറ്റ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഒന്നാമത്തെ ബെല്ലാണ്. ഇതുപോലെ ഒരു 7-8 ബെല്ല് കേട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് നമ്മുടെ സ്കിറ്റ് തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ ക്ഷമയ്ക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് KP ബ്രദേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അഭിഷേകം നുകത്തെ തകർക്കുന്നു. എനിക്കറിയില്ല മോനെ, അപ്പനോട് ചോദിക്കേ. നുകമോ? മോൻ കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ഈ വണ്ടിയും അതിന്റെ എല്ലാ ഭാരവും ഒരു കുരിശാകൃതിയിലുള്ള തടി കൊണ്ട് കാളകളുടെ കഴുത്തിൽ ചേർത്ത് കെട്ടും. അങ്ങനെ കെട്ടുന്ന ആ തടിക്കാണ് നുകമെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ കാളകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അത് ഈ ഭാരമെല്ലാം വലിച്ചിങ്ങനെ നടക്കണം. അതിനാണ് നുകമെന്ന് പറയുന്നത്. ബോവാസിന്റെ വയലിൽ കാലാപ്പെറുക്കുവാൻ വന്ന മോവാബിയായ രൂത്ത് അവൾ തന്റെ അമ്മായിയമ്മയോട് ചേർന്ന് നിന്നു. യഹോവയോടുള്ള അചഞ്ചലമായ സ്നേഹവും തികഞ്ഞ അനുസരണവും രൂത്തിന്റെ ജീവിതം അഭിഷേകത്താൽ നിറയുവാൻ കാരണമായി തീർന്നു. ആ അഭിഷേകം അവളിലൂടെയുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പിന്റെ ആരംഭമായിരുന്നു. രൂത്തിന്റെ കുലത്തിൽ ഈശായുടെ മകനായി ദാവീദ് ജനിച്ചപ്പോൾ മുതൽ ദൈവിക പദ്ധതികൾക്കെതിരായി സാത്താൻ കൊണ്ടുവന്ന പല നുകങ്ങളും തകർന്നു തുടങ്ങിയിരുന്നു. യജമാനെ, ആ ശമൂവേൽ പ്രവാചകൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നു. ദേശത്തിലെ പ്രമാണിമാരും മൂപ്പന്മാരും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എടാ മക്കളെ, ആ ആഹാര സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചാട്ടെ. ആ പ്രവാചകൻ വരാറായി. ജനത്തിൻ്റെ ആരവം കേൾക്കുന്നു. ആ പ്രവാചകൻ ഇന്ന് എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. യഹോവയുടെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. യജമാനെ, കടന്നു വന്നാലും. ദൈവകൃപയാൽ നിങ്ങൾക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. യഹോവയ്ക്കൊരു യാഗം കഴിപ്പാൻ ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നു. യഹോവയ്ക്ക് മുൻപാകെ നമ്മൾ അർപ്പിക്കുന്ന ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. ദൈവാനുഗ്രഹം. നിങ്ങളെ തന്നെ താഴ്ത്തി യഹോവയോടുള്ള ഭക്തിയാൽ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്താലും നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് യഹോവയ്ക്ക് പ്രിയമായ യാഗത്തിനൊരുങ്ങിക്കൊള്ളുക. യഹോവയുടെ മുമ്പാകെ ഇതാ അവൻ്റെ അഭിഷിക്തൻ. അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. യഹോവ ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം ചിലപ്പോൾ നിന്നെ ആയിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ വന്ന് പ്രവാചകന്റെ മുൻപിലേക്ക് നിൽക്കാം. ഇവനെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഹേയ് ഷമ്മ, നീ ഇങ്ങ് പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് നിന്നേ. ചിലപ്പോൾ നിന്നെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവനെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. പ്രവാചകനെ, എൻ്റെ ഈ മക്കളിൽ മൂത്തവന് നല്ല പൊക്കവും മുഖകാന്തിയും ഉണ്ട്. ഇവരെല്ലാവരും ശൗലിനൊപ്പം ഇസ്രയേലിയർക്കായി യുദ്ധം ചെയ്യുന്നവരാണ്. അവർ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗം കൂടിയാണ്. താങ്കൾക്ക് അഭിഷേകം ചെയ്യുവാൻ ഏറ്റവും യോഗ്യതയുള്ളത് എൻ്റെ ഈ മൂത്ത മകനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. ദൈവിക അരുളപ്പാടിൽ നിന്റെ ഈ മക്കൾ ആരും ഉൾപ്പെട്ടിട്ടില്ല. നിന്റെ പുത്രന്മാരെല്ലാവരുമായോ? അതോ നിനക്ക് ഇനി ഏതെങ്കിലും പുത്രന്മാരുണ്ടോ? ഉണ്ട്, ഇനി ഒരു മകൻ കൂടിയുണ്ട്. അവൻ ഈ സൈന്യത്തിലൊന്നും ചേരാൻ ഒരു യോഗ്യതയില്ല. ഇവരെ പോലൊന്നും ഒരു ശാരീരിക യോഗ്യതയോ അവനില്ല. അതുകൊണ്ട് അവനെ ഞങ്ങൾ ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക. അവനങ്ങ് ആടുകളെ മേയിച്ചുകൊണ്ട് അങ്ങ് ദൂരെയാണ്. ആളയച്ച് അവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല. ദാവീദ്, നിന്നെ വീട്ടിൽ വിളിക്കുന്നു. അവിടെ പ്രവാചകൻ വന്നിരിക്കുന്നു. നിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. നീ അങ്ങോട്ട് പോ.
താങ്കൾ ആരാണ്? ഞാൻ രാമയിൽ നിന്നുള്ള ശമൂവേൽ പ്രവാചകൻ. ഇവൻ തന്നെയാകും ഞാൻ തിരഞ്ഞെടുത്തവൻ. ഇന്നു മുതൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ നീയാണ്. നിന്നെ യഹോവ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നും ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. എന്നാൽ ഇപ്പോൾ രാജാവിൻ്റെ സിംഹാസനത്തിൽ നിന്നും ആ അഭിഷേകം പോയിരിക്കുന്നു. ഇന്ന് ദൈവത്തിന് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി നിന്നെയാണ് ആവശ്യം. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവയുടെ അഭിഷേകം ദാവീദിനെ ആളുമാറിയവനെ പോലെയാക്കി. യഹോവയുടെ പെട്ടകം നിമിത്തം ഓബേദോമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതറിഞ്ഞ ദാവീദ് യാഗത്തോടുകൂടി ആ പെട്ടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. അബദ്ധത്തിൽ പെട്ടകത്തിൽ കൈനീട്ടി പിടിക്കാൻ നോക്കിയ ഉസ്സ തൽക്ഷണം മരിച്ചു വീണപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി ദാവീദ് തിരിച്ചറിയുകയായിരുന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസികൾ കാണുക തന്നെത്താൻ അനാവൃതമാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ. യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. ദാവീദ് രാജാവിനെ പറ്റി വചനം പറയുന്നു, അവൻ യഹോവയുടെ ഹൃദയപ്രകാരമുള്ള ഇസ്രായേലിന്റെ രാജാവ്. ദാവീദ് സകലത്തിലും തികഞ്ഞവനായി തന്റെ പിതാക്കന്മാരോടൊപ്പം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞാനോ ഒരു ഇസ്രായേലിയൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവൻ, പരീശന്റെയും ന്യായശാസ്ത്രിയുടെയും സദൂക്കിന്റെയും പ്രവൃത്തിക്ക് മുകളിൽ ന്യായപ്രമാണത്തിന്റെ കാവൽക്കാരൻ. എൻ്റെ ഉടവാളിന് ക്രിസ്ത്യാനികളുടെ രക്തത്തിനായുള്ള ദാഹമായിരുന്നു. സഹോദര ഷൗലേ, പരിഭ്രമിക്കണ്ട. ഞാൻ അനന്യാസ്. നിന്റെ അടുക്കിലേക്ക് വരുവാൻ കർത്താവിനോട് കൽപ്പിച്ചപ്പോൾ ഞാൻ ആദ്യമൊന്ന് മടിച്ചു. കാരണം നീ ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് മൃഗീയമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിയാണ്, ഈ ദമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നാൽ മിന്നലിനെ തോൽപ്പിക്കുന്ന ഒരു വെളിച്ചം എൻ്റെ മേൽ മിന്നി. ഞാൻ കുതിരപ്പുറത്തു നിന്നും താഴെ വീണ് ഞാൻ അന്ധനായി തീർന്നു. ഇന്ന് 3-ാം ദിവസം ഞാൻ പ്രാർത്ഥനയോടും യാചനയോടും കൂടെ കഴിച്ചുപോയി. കാരണം ദമസ്കോസിന്റെ പടിവാതിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അതെ, ആ രക്ഷകനായ യേശു തന്നെയാണ് നിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കർത്താവ് ഒരു കാര്യം കൂടി എന്നോട് അറിയി ചെയ്തിരിക്കുന്നു. എന്താണ്? രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും സകല ഇസ്രായേലിനോടും സുവിശേഷം പറയുവാൻ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവേ, യേശുവേ, എനിക്ക് കാണാം, എനിക്ക് കാഴ്ച കിട്ടി. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടി. സുവിശേഷ നിമിത്തം പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയിൽ താമസിക്കുന്ന സമയം ക്രിസ്ത്യാനികളായ യഹൂദന്മാർ റോമാ നഗരം വിട്ട് ഓടിപ്പോകണമെന്ന് രാജാവിന്റെ കൽപ്പന വന്നു. അങ്ങനെ യഹൂദ ക്രിസ്ത്യാനികളായിരുന്ന വിശ്വാസത്തിൽ അചഞ്ചലരായ ക്രിസ്തുവിൽ അതിധൈര്യത്തോടെ എന്തും ത്യജിക്കുവാൻ തയ്യാറായിരുന്ന അക്വിലസ് പ്രിസ്കില്ല എന്ന ദമ്പതികൾ റോമാ നഗരം വിട്ട് കൊരിന്തിയിലേക്ക് യാത്രയായി. പ്രയാസങ്ങളേറെ സഹിച്ച് അവർ കൊരിന്തിയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് കാണുക.
നമ്മൾ കൊരിന്തിലെത്തിയെന്ന് തോന്നുന്നു. അവിടെ ആരൊക്കെയോ നിൽക്കുന്നല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? നടന്ന് നടന്ന് തളർന്നു. നമുക്ക് അങ്ങോട്ട് തന്നെ ചെല്ലാം. എനിക്ക് നന്നായി ദാഹിക്കുന്നു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ റോമയിൽ നിന്ന് വരുന്നു. റോമയിൽ നിന്ന്? നിങ്ങളെ കണ്ടിട്ട് നല്ല ക്ഷീണമുള്ളതുപോലെ. കുടിക്കാൻ അല്പം വെള്ളം? ആയിക്കോട്ടെ, ദൈവാനുഗ്രഹം. ഓ, ക്ഷമിക്കണം, താങ്കളെ പരിചയപ്പെടാൻ വിട്ടുപോയി. ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലോസ്. തർശീശിലാണ് ജനനം. ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നു. നിത്യച്ചെലവനായി കൂടാരപ്പണിയും ചെയ്യുന്നു. അത്ഭുതം തന്നെ. ദൈവമാണ് നമ്മളെ കൂട്ടിച്ചേർത്തതെന്ന് തോന്നുന്നു. ഞങ്ങളും ദൈവരാജ്യത്തിനു വേണ്ടി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ അപ്പല്ലോസ്. അങ്ങേ ഞങ്ങൾ അടിക്കടി കാണാറുണ്ട്. ചില സമയങ്ങളിൽ പലരെ ഉപദേശിക്കുന്നതായും കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു പ്രവാചകനാണോ? ഞങ്ങൾക്കും താങ്കളെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർത്തുവാനായ ക്രിസ്തുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളെപ്പറ്റി ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. സഹോദര, അങ്ങനെ ഒരാളുണ്ട്. സകല ലോകത്തിന്റെയും പാപത്തിനു വേണ്ടി ജീവൻ കൊടുത്തൊരാൾ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പല്ലോസേ, ഇത് യേശുവിന്റെ സുവിശേഷ നിമിത്തം റോമയിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്നവരാണ്. ഇത് അക്വിലസ്, ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിസ്കില്ല. ഇനി ഇവർ നിങ്ങളെ ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പഠിപ്പിക്കും. നീയും ക്രിസ്തുവിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. റോമൻ പടയാളികൾ കാവൽ നിന്ന കല്ലറയിൽ നിന്നും യേശു ഉയർത്തു. ആ വാർത്ത യെരുശലേമിലും യഹൂദിയയിലും ഇപ്പോൾ ദേശങ്ങൾ തോറും പടർന്നുകൊണ്ടിരിക്കുന്നു. അവനാണ് നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമുക്കും ദൈവത്തിനും മധ്യയുള്ള ഏക മധ്യസ്ഥൻ. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയി വരാം. ഞാൻ ഈ ദേശത്ത് യോഹന്നാനെക്കുറിച്ചും യോഹന്നാൻ പഠിപ്പിച്ച ജ്ഞാനസ്നാനത്തെപ്പറ്റിയും പഠിപ്പിച്ചു വരികയായിരുന്നു. ഞാൻ ആളുകളോട് പ്രസംഗിക്കുന്നതും യോഹന്നാനെ പറ്റിയാണ്. അപ്പല്ലോസേ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ ആരെപ്പറ്റി പറഞ്ഞുവോ അവനെക്കുറിച്ച് നീ അറിയണം. അവനെക്കുറിച്ചായിരിക്കണം നീ ഇനി പ്രസംഗിക്കേണ്ടത്. അതെ, ആ സത്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും യേശുവിനെ പറ്റിയാണ്. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ വരെ ഞാൻ യോഹന്നാൻ സ്നാപനെ കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ ഇന്നു മുതൽ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്നവനായ ക്രിസ്തുവിനെ കുറിച്ച് അത്രയും ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവിനെ ക്രൂശിക്കുവാൻ പിടിക്കുമ്പോൾ യഹൂദ പുരുഷാരത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. മർക്കോസിന്റെ മാളിക മുറിയിൽ അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങിയപ്പോൾ അതിധൈര്യത്തോടെ 3000-ഓളം പുരുഷന്മാരുടെ നടുവിൽ യേശുവിനെ സാക്ഷീകരിച്ചു. മരണത്തെപ്പോലും ഭയപ്പെടാതെ അതിധൈര്യത്തോടെ സത്യസുവിശേഷം പ്രസംഗിച്ചു. യഹൂദന്റെ നിയമങ്ങൾക്കെതിരായി ഇവൻ യേശുവിന്റെ ഒരു പുതിയ നിയമം പഠിപ്പിക്കുന്നു. പുതിയ നിയമവും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതിൽ സകല ന്യായപ്രമാണങ്ങളും അടങ്ങിയിരിക്കുന്നു. യേശുവിലുള്ളത് നിത്യജീവന്റെ മൊഴിയാണെന്ന് പറഞ്ഞ് ഇവൻ ആളുകളെ കൂട്ടുന്നു, അവരെ വഴിതെറ്റിക്കുന്നു. എന്ത്? അത് ശരി. കർമാചാരപരമായ മോശയുടെ ന്യായപ്രമാണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങൾക്ക് യേശുവിന്റെ നിർമ്മലമായ സുവിശേഷം വിളങ്ങാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് നിങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തിയിരിക്കുന്നു. യഹൂദന് ന്യായപ്രമാണമുണ്ട്, അത് പഠിപ്പിക്കാൻ ന്യായപ്രമാണത്തിന്റെ കാവൽക്കാരുമുണ്ട്. അതിന് നിന്നെ ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന മിശിഹായെ ഞാൻ കണ്ടു. എന്നിൽ അഭിഷേകം നിറച്ചത് അവനാണ്. പരിശുദ്ധാത്മാവ് എന്നെ ദിനം പ്രതി നടത്തും. ഇവൻ
ഇവനെ ഞാൻ അറിയും. യേശുവിനെ പടയാളികൾ പിടിച്ചപ്പോൾ ഇവനും അവിടെ ഉണ്ടായിരുന്നു. ഇവനാണ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ. എന്നിട്ടിപ്പോ നീ യേശുവിനെ പ്രസംഗിക്കുന്നു. വിടരുതവനെ. നിങ്ങൾ ക്രൂശിച്ചത് ആരെയെന്ന് നിങ്ങൾ കരുതുന്നു? അവൻ്റെ അസ്ഥികളൊന്നും ഒടിയരുതെന്ന് എഴുതിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മുടെ കയ്യിലിരിക്കെ ആ പ്രവചനം നിവൃത്തിയായത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കുകയും മനം തിരികെയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്നോട് ഉപദേശിക്കാനല്ല പറഞ്ഞത്. അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാം. എനിക്ക് പറയുവാനുള്ളത് യേശുവിൻ്റെ സുവിശേഷമാണ്, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായുള്ള സത്യസുവിശേഷം. ഇപ്പോൾ ഇവന്റെ വായിൽ നിന്ന് തന്നെ ഇവൻ യഹൂദ പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇവനെ ക്രൂശിക്കാം, ഇവനെ ക്രൂശിക്കാം. സൈന്യാധിപ, മരണത്തെ ഞാൻ ഭയക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ ആ ഭീതി എന്നിൽ നിഴലിട്ടിരുന്നു. അന്ന് ഞാൻ എൻ്റെ യേശുവിനെ 1 അല്ല 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ ഇന്ന് യേശുവിന് വേണ്ടി, സത്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി മരിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഒരപേക്ഷയുണ്ട്. എൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ പോലെ ക്രൂശിലേറാൻ ഞാൻ യോഗ്യനാണ്. എൻ്റെ അരുമനാഥൻ്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം. മരണത്തിന് വിധിക്കപ്പെട്ട ഒരുവൻ്റെ അവസാനത്തെ ആഗ്രഹമെന്ന നിലയിൽ ദയവായി നിങ്ങൾ എന്നെ തലകീഴായി ക്രൂശിച്ചാൽ. ശീമോൻ പത്രോസ് എന്ന ഇവനെ തലകീഴായി ക്രൂശിപ്പാൻ നാം ഉത്തരവിടുന്നു. പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ നിറഞ്ഞ അതേ അഭിഷേകം ഇന്നും പാതാള ഗോപുരങ്ങളെ ജയിച്ച് സഭയെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാലത്ത് അനേകം ന്യൂ ജനറേഷൻ ആരാധനകൾ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ന്യൂ ജനറേഷൻ ആരാധനയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാലോ? എടാ, നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ? ഇവിടെ ആരാധനയുടെ സമയമായി. Bro, I was in deep meditation and just woke up now. എന്നാ പറഞ്ഞ അച്ഛൻ ഒന്ന് അടങ്ങ്, ഞങ്ങളൊന്ന് ജീവിച്ചു പോയിട്ട് അച്ഛനൊന്ന് അടങ്ങിക്കേ. അളിയാ, ഇന്ന് അടിപൊളിയായിട്ടാണല്ലോ വന്നേക്കുന്നത്. യോ ബ്രോ, ഞാനിന്ന് ജിമ്മിൽ നിന്ന് നേരിട്ട് ഇങ്ങ് പോകുന്നു. ഇന്നത്തെ വർഷിപ്പ് ഒരു DJ ലെവലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. DJ ഡാനി ഇൻ ദ ഹൗസ് ബ്രോ. കൊള്ളാലോടാ മോനെ. DJ ഡാനിയുടെ ഗാനമേള, PNB പാസ്റ്റർ, ഊതി വീടിയില് എല്ലാം കൊണ്ട് ഇന്ന് തകർക്കൊല്ലോടാ പോയി. എൻ്റെ പൊന്നടാവേ, നിൻ്റെ കൂടെ കൂടണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ബർമുട ഇല്ലോടാ പോയി. ഒരു ബർമുട ഒപ്പിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ നിൻ്റെ കൂടെ ഇന്ന് കയറായിരുന്നു. ഇപ്പൊ ബർമുട ഇട്ടുകൊണ്ട് ശുശ്രൂഷിക്കുന്നതല്ലേ ഇപ്പൊ ഫാഷൻ. ഓർക്കുന്നില്ലേ മറ്റേ പയ്യൻ കയറിയതുപോലെ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദേവസഭയിൽ ഇന്ന് ഒരു പുതിയ ദേവദാസൻ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ മുൻപരിചയമൊന്നുമില്ല. അദ്ദേഹം വലിയ ഒരു ശുശ്രൂഷകനാണെന്നാണ് കേട്ടത്. PNB ദൈവസഭയിലെ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഏതാടാ ഈ PNB സഭ? അതച്ഛൻ അറിയത്തില്ലേ? PNB എന്ന് വെച്ചാൽ പേ ആൻഡ് പ്രേ, കാശ് കൊടുത്താൽ പ്രാർത്ഥിക്കും. ഓ, കേട്ടിട്ടുണ്ട്. ഓ, തുള്ളൽ സഭ അല്ലേ? അത് തന്നെ, ലോക ഉടായിപ്പ. ഓക്കെ. Praise the Lord. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ കാണാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം. ഇല്ലാത്ത പൈസ മുടക്കി നാട്ടിൽ കയറി വന്നിരിക്കുകയാണ്. എൻ്റെ PNB ചർച്ചിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വചനത്തിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല എനിക്ക്, ഇന്ന് അനുഗ്രഹം മാത്രം. ഞാൻ അങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞ് തരും. ആവശ്യമുള്ളവർ ചാടി പിടിച്ചോണം. നിങ്ങൾ റെഡിയല്ലേ? പോരാ, ഇത് പോരാ. കഴിഞ്ഞ തവണ എന്റെ ഒറ്റ വീശിൽ 1000 പേരാണ് വീണത്. ദാ വന്നു കഴിഞ്ഞു. പിടിച്ചോളൂ. എന്തുവാടാ ഇയാൾ പറയുന്നേ? അയാൾക്ക് എന്തോ ആർക്കറിയാം. എന്നത്തിനാണ് അയാളെ പിടിക്കാനാണോ ഈ പറയുന്നത്? അയാളെ പിടിക്കാനോട് പറയുന്നത്? പിടി ആയും വീഴുന്നതിന് പിടി. പെട്ടെന്ന് കയറി പിടിച്ചോ. ഇനി അങ്ങേരെങ്ങാണ് ഇവിടെ തല ഇറങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലാവും. ഓരോ വള്ളിയൊക്കെ കയറി വരുന്ന വഴിയെ ഇയാളെയൊക്കെ എവിടുന്ന് കിട്ടിയോ എന്തോ? ആരാ ഇയാളെ പിടിച്ചോണ്ട് വന്നേ? ആർക്കറിയാം. എന്നെ പൊന്നച്ച ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പോയിട്ട് വേറെ പണിയുള്ള. എന്താടാ ഇത്ര ധൃതി? എന്ന് ചെന്നിട്ട് കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്, അടികൊള്ളാൻ പോകണ്ട. നീ ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്? അവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഓ, കുഴപ്പമൊന്നുമില്ലെന്നേ. ഞാൻ ഈ പ്രാവശ്യം ഹെൽമെറ്റ് വെച്ചോണ്ടാ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കാരുടെ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അതാണെങ്കിൽ അത്യാവശ്യം അടി കിട്ടിയാലും തലയ്ക്കൊന്നും പറ്റിയല്ല. എടാ, നിന്റെ മുഖം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടണം കേട്ടോ.
ദൈവമേ, എന്തൊക്കെയായി നടക്കുന്നേ? ഇതാണോ ഈ ന്യൂ ജനറേഷൻ? ഹോ, എന്തൊക്കെ പ്രകടനമായിരുന്നു. ഊതി വീഴ്ത്തുന്നു, ചാടിപ്പിടിക്കുന്നു, തള്ളിയിടുന്നു, അവസാനം ദേ കിടക്കുന്നു. എന്നാ പിന്നെ സഹോദരങ്ങളെ, ഞാനങ്ങ് പോവാ. അടുത്ത ആഴ്ച കാണാം. ഇനി ഇതുപോലത്തെ വല്ല അടുത്ത ആഴ്ചയും കാണുമോ എന്തോ. അപ്പൊ പാസ്റ്ററെ, എന്നാ പിന്നെ കാണാം. ഓക്കെ പാസ്റ്ററെ, പിന്നെ കാണാം. ഈ ന്യൂജൻ സഭയിലേക്ക് പൗലോസും ശമൂവേലും ഒന്ന് കയറി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. നിങ്ങളൊക്കെ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ദേവദാസനെ, ഞാൻ ശമൂവേൽ, ഇത് പൗലോസ്. നിങ്ങളുടെ സഭയിൽ ദൈവം ആദിമ സഭയിലുണ്ടായിരുന്ന അതേ അഭിഷേകം നിറച്ചിരിക്കുന്നു. കൊരിന്ത്യ സഭയിൽ തുടങ്ങി ആദിമ സഭകളിൽ പിശാച് കൊണ്ടുവന്നത് പലവിധ പ്രശ്നങ്ങളായിരുന്നു. അതായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ മുഖം. അവിടെ വിശ്വാസികൾ തമ്മിൽ തീവ്രമായ ഭിന്നത ഞാൻ കണ്ടു. വിവാഹബന്ധത്തിലെ വിള്ളലുകളും ദൈവത്തിന്റെ താലന്തുകളെ അവിശുദ്ധമായി ഉപയോഗിക്കുന്നതും ഞാൻ കണ്ടു. അപ്പൊ ദേവദാസനെ, ഈ ദൈവമനുഷ്യൻ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെയും ഒരു ദൈവത്തിന്റെയും വളർച്ചയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നതെല്ലാം പൊതുവെ പറഞ്ഞാൽ ഒരു നുകം തന്നെയല്ലേ? അതെ 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 സഹോദര, അത് നുകം തന്നെയാണ്. പക്ഷേ അത് അനുവദിച്ചുകൂടാ. ദൈവരാജ്യത്തിന്റെ മാറ്റമില്ലാത്ത അഭിഷേകത്തിന്റെ പ്രവൃത്തിക്ക് പകരം വെളിച്ചദൂതന്റെ വേഷം കെട്ടിയ പൈശാചിക കരങ്ങളാൽ അവർ ഉപയോഗിക്കപ്പെടുന്നു. അഭിഷേകം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉതകണം എന്ന അടിസ്ഥാനത്തിൽ നിന്ന് മാറി ദുരുപദേശം കൊണ്ടും അതിന്റെ പ്രവൃത്തി കൊണ്ടും യേശുവിനെ അവർ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നു. ഇല്ല, ദൈവം ഇത് അനുവദിക്കുകയില്ല. ദേവദാസനെ, കതിരോളം പതിരും നിന്റെ വയൽ പ്രദേശത്തുണ്ടാകും. ചഞ്ചലപ്പെട്ടു പോകരുത്, ഉറച്ചു നിൽക്കാം. നിർദോഷനും നിഷ്കളങ്കനുമായ യേശുവെന്ന കുഞ്ഞാടിന്റെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നീ ഉപദേശിക്ക. സത്യവചനം പ്രസ്താവിക്ക. നിത്യതയ്ക്കായി സഭ ഒരുങ്ങട്ടെ. പുതിയ നിയമസഭ വചനാടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലും ദൈവരാജ്യം പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അന്ത്യകാലത്ത് പിശാചുതാനും വെളിച്ചദൂതന്റെ വേഷം കെട്ടി ദൈവമക്കളെ തന്റെ നുകത്തിനടിമകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ രക്തസാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഞങ്ങളുടെ ചുറ്റിലും നിൽക്കുമ്പോൾ ധ്യാനിച്ചും തമ്മിൽ മാനിച്ചും സേവിച്ചും കൊണ്ട് ക്രിസ്തുവിങ്കലുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, അഭിഷേകം നുകത്തെ തകർക്കുന്നു. നുകത്തെ പരമപിതാവേ മഴ മഴ പെയ്യേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. മഴ പെയ്യേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പ്രായമായോ ബോസിന്? ശരിയാണ്, ഈ ഡെമസ്കസ് ഒന്നുകൂടെ ആക്ഷൻ പറഞ്ഞു. ശരിയാണ്, ഈ ഡെമസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതായി നീ ഇച്ചിരി കൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇച്ചിരി കൂടെ തുറന്നു പറഞ്ഞു. പോരാ, ഇത് പോരാ. കഴിഞ്ഞ ഡയലോഗ് മറന്നു വരുന്നത്. കഴിഞ്ഞ തവണ എന്റെ ഒറ്റ വീഴ്ച 1000 പേരാവില്ല. പോരാ, ഇത് പോരാ. കഴിഞ്ഞ തവണ ഒറ്റ വീശിൽ എന്റെ ഒറ്റ വീശിൽ പോരാ.
അല്ലേ അല്ല ഒന്നുകൂടെ എല്ലാം ചേർന്ന് അദ്ദേഹത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അദ്ദേഹം ഇപ്പോൾ എത്തും. എടാ മക്കളെ, ആ ആഹാര സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചാണ്ട് ആ പ്രവാചകൻ വരാനായി. ജനത്തിന്റെ ആരവം കേൾക്കുന്നു. ആ പ്രവാചകൻ ഇനി എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. യഹോവയുടെ നാമത്തിൽ അത് മതി. ഇനി അറിയില്ല. ഇനി ഞാനത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. പെണ്ണുമ്പള പോലും കണ്ടാ തിരിച്ചറിയത്തില്ല കേട്ടോ. ഫോട്ടോ എടുത്തു പറയാ ഇവരെ ഇത്രയും പേര് Scene 112. Bro, I was in deep meditation. അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. നല്ല സൗണ്ട്. Scene 112. Bro, I was in deep meditation and I just woke up now. സൗണ്ട് നീ കേട്ടാ മതി. Bro, I was in deep meditation and I just woke up now. നല്ല ഇനി എന്റെ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ പോകട്ടെ? ഇനി എന്റെ ഉണ്ടോ? നിങ്ങളുടെ ഞാൻ പോകും. ഇനി നാളെ ജോലി